തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുന്നതിനിടെ ഇടുക്കിയിൽ രാഷ്ട്രീയ സംഘർഷം വീണ്ടും ശക്തമാകുന്നു. LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ ഫ്ലെക്സുകൾ നശിപ്പിച്ചതായി പരാതി. പഴയിരിക്കണ്ട മേഖലയിൽ സർക്കാരിന്റെ അഭിമാന പദ്ധതിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് നാട്ടുകാർ സ്ഥാപിച്ച ഫ്ലെക്സാണ് സാമൂഹ്യ വിരുദ്ധത നശിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതും പ്രചരണ പ്രവർത്തനങ്ങൾ പുരോഗമനത്തിനിടെയാണ് സംഭവം. ഇടുക്കി ജില്ലയിലെ പഴയിരിക്കണ്ട പ്രദേശത്ത് LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ ഫ്ലെക്സിൽ സാമൂഹ്യ വിരുദ്ധർ കരിയോയിൽ തേച്ച് നശിപ്പിച്ചതായാണ് ആരോപണം ഉയരുന്നത്. സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ പഴയിരിക്കണ്ടം കുത്ത് ജലസേചന പദ്ധതിക്ക് 28 കോടി രൂപ അനുവദിച്ചതിനെ അഭിനന്ദിച്ച് നാട്ടുകാർ സ്ഥാപിച്ച ഫ്ലെക്സാണ് നശിപ്പിക്കപ്പെട്ടത്. ഓയിൽ പോലുള്ള ദ്രാവകങ്ങൾ തേച്ചാണ് ഫ്ലെക്സ് കേടുപാടുകൾ വരുത്തിയതെന്നാണ് LDF മേഖലാ കമ്മിറ്റി ആരോപിക്കുന്നത്. ഇത് റോഷി അഗസ്റ്റിന് നേർക്കല്ല, ഈ പ്രദേശത്തെ ആയിരക്കണക്കിന് ജനങ്ങളോടുള്ള വിദ്വേഷമാണ് ഈ പ്രവൃത്തിയിലൂടെ പുറത്തുവരുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുന്ന ഫ്ലെക്സ് വെച്ചതിൽ ഏതോ സാമൂഹ്യ വിരുദ്ധര് ബഹുമാനായ മന്ത്രിയുടെ മുഖത്ത് എന്തോ വസ്തുക്കൾ തേച്ച് അത് മലിനമാക്കിയിരിക്കുകയാണ്. ഇത് മന്ത്രിയുടെ മുഖത്തല്ല, ഈ നാട്ടിലെ 1000-ൽ പരം വരുന്ന കൃഷിക്കാർക്ക് ജലസേചന സൗകര്യം ഒരുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ടെൻഡർ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ നാട്ടിലെ ഗുണഭോക്താക്കളായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുഖത്താണ് ഈ കരിവാരി പറയുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഴയിരിക്കണ്ടം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ കഞ്ഞിക്കുഴി പോലീസിൽ പരാതി നൽകുകയാണ്. പഴയിരിക്കണ്ടം കുത്ത് ജലസേചനവും ടൂറിസം പദ്ധതിയും പ്രദേശത്തിന്റെ വികസനത്തിന് നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. നബാർഡ് സഹായത്തോടെ 28 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കഞ്ഞിക്കുഴി സർക്കിൾ ഇൻസ്പെക്ടർക്ക് മുമ്പാകെ പരാതി നൽകിയതായും LDF നേതാക്കൾ അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, പഴയിരിക്കണ്ടം.